നമസ്കാരം. SSC മലയാളിയുടെ കറന്റ് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് സൊലിങ്കാസ് ആൻഡ് യറാവാസ്. ഈ സൊലിങ്കാസ് ആൻഡ് യറാവാസ് എന്ന് പറയുന്ന രണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ആണ്. ഇവര് ന്യൂസിൽ വരാൻ കാരണം ഇവരുടെ ഹാബിറ്റേറ്റ് എല്ലാം ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് വെസ്റ്റേൺ ഗട്ട്സിൽ ജീവിക്കുന്ന രണ്ട് ട്രൈബൽ യൂണിറ്റ്സ് ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ സൊലിങ്കാസും യറാവാസും ഇൻഡിജിനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. ഒരു പെനിൻസുലാർ ഇന്ത്യയുടെ ഹിൽസ് ഒക്കെ സറൗണ്ട് ചെയ്യുന്ന കാവേരി ബേസിനിലാണ് കഴിഞ്ഞ 1000 ഓഫ് ഇയേഴ്സ് ആയിട്ട് ഇവർ ജീവിക്കുന്നത്. അപ്പൊ ഇനി ആദ്യം നമുക്ക് സൊളിഗാസിനെ കുറിച്ച് നോക്കാം. വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻഡിജിനിയസ് കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ കൺട്രിയിലുള്ളതിൽ. അവരുടെ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് കർണാടകയിലാണുള്ളത്. മോസ്റ്റ്ലി അവർ താമസിക്കുന്നത് മധ്യ ഡിസ്ട്രിക്റ്റിലും അതുപോലെ ചമ്രജൻഗ ഡിസ്ട്രിക്റ്റിലുമാണ്. ഈ സൊലിഗ എന്ന് പറയുന്നത് ഷൊളങ്ക എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് അവർ സംസാരിക്കുന്നത്. അവർ ദ്രവിഡിയൻ ഫാമിലിയിൽ പെട്ടുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ ലോ പ്രകാരം ഇവർ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സൊലിങ്ക എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ ദേ ഗ്രോ റഗി ഫോർ സബ്സിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് യറവാസ്. യറവാസ് എന്ന് പറയുന്നത് കർണാടകയിലേക്ക് വന്നതാണ്. വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന്, കേരളയിലെ വയനാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നവരാണ്. അവർ കൊടക് ഡിസ്ട്രിക്റ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ റെഗുലർ ലാംഗ്വേജ് ആണ് സംസാരിക്കുന്നത്. ഇവരുടെ സെറ്റിൽമെന്റ്സിനെ നമ്മൾ വിളിക്കുന്നത് കുഞ്ചു എന്നാണ്. മോസ്റ്റ് ഓഫ് ദം അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആണ്. ഡീട്രൈബലൈസിങ് ഒരു പ്രോസസ് ആണ് അവർ നടത്തുന്നത്. ദേ ആർ മോസ്റ്റ്ലി അഗ്രികൾച്ചർ ലേബേഴ്സ്. കോഫി പ്ലാന്റേഷനിലും ടീ എസ്റ്റേറ്റ്സിലൊക്കെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിഥിയം ട്രയാങ്കിൾ. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് മൈൻസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഖനിജി ബിദേശ് ഇന്ത്യ ലിമിറ്റഡും ഒരു എക്സ്പ്ലോറേഷനിൽ ഇപ്പോ എൻട്രി ചെയ്തിട്ടുണ്ട്. അതായത് അർജന്റീനിയൻ മൈനർ കേമിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ഡെവലപ്മെന്റ് എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് 5 ഓൺ ലിഥിയം ബ്ലോക്സ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ലിഥിയം ട്രയാങ്കിൾ എന്ന് പറയുന്നത് അത് കുറച്ച് 3 രാജ്യങ്ങളുടെ ഒരു ഇന്റർസെക്ഷൻ ആണ്. ചിലി, ബൊളീവിയ, അർജന്റീന. ഇവർ 3 പേര് ചേർന്ന ഒരു ഇന്റർസെക്ഷൻ ആണ് ലിഥിയം ട്രയാങ്കിൾ. ഇവിടെയാണ് ഹൈ ക്വാളിറ്റി സാൾട്ട് ഫ്ലേക്സ് ഉള്ളത്. സലാർ ഡി ഉയൂനി ബൊളീവിയൻ സ്ഥലമാണ്. സലാർ ഡി അൻഡക്കാമ ചിലിയിലെ സ്ഥലം. സലാർ ഡി അറിസാറോ അർജന്റീനയിലെ സ്ഥലം. ഇവിടെയാണ് 45% ഓഫ് നോൺ ഗ്ലോബൽ ലിഥിയം റിസർവ്സ് ഇരിക്കുന്നത്. ഇപ്പോൾ സലാർ ഡി ഉയൂനിയുടെ താഴെ വേൾഡ്സ് ലാർജസ്റ്റ് സോൾട്ട് പ്ലേറ്റ് ഉണ്ട്. അതായത് വേൾഡിലെ ഗ്രേറ്റസ്റ്റ് ലിഥിയം ഡെപ്പോസിറ്റ് അവിടെയാണ് കാണപ്പെടുന്നത്. ഇനി ലിഥിയം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. മാസീവ് റിസർവ്സ് ഓഫ് അൺഎർത്തഡ് സലാൽ ഹൈമന ഏരിയ ഓഫ് റസായ് ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു കാശ്മീർ. ഇപ്പൊ ജമ്മു കാശ്മീരിൽ ഏകദേശം 5.9 മില്യൺ ടൺസോളം ലിഥിയം ഉണ്ട്. നെക്സ്റ്റ് നിപ്പ വൈറസ് വാക്സിൻ. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പുതിയ ക്ലിനിക്കൽ ട്രയൽ പ്രകാരം അവര് ആളുകളെ നിപ്പ വൈറസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഹ്യൂമൻ ട്രയൽ ആണ് നടത്തിയത്. CHAdOx1 എന്നുള്ളതാണ് നിപ്പ ബി. അതാണ് വാക്സിന്റെ പേരെന്ന് പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് പാൻഡമിക് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇവിടെ ഈ CHAdOx1 എന്ന് പറയുന്നത് ചിമ്പാൻസി അഡിനോവൈറസ് ആണ്. ആ CHAD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ജെൻഡർ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. ആ OX എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് സിഗരറ്റസ് കൊഞ്ചങ്ട. സിഗരറ്റീസ് കൊഞ്ചക്ട എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ്. റീസെന്റ് നാഷണൽ സെന്റർ ഫോർ ബയോളജിക്കൽ സയൻസസ് NCBS ഒരു റിസർച്ച് പേപ്പർ റെപ്രസെന്റ് ചെയ്തിരുന്നു. ഒരു പുതിയ ബട്ടർഫ്ലൈനെ ഡിസ്കവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു കൺജോയിന്റ് സിൽവർ ലൈൻ, അതിനെയാണ് സിഗരറ്റസ് കഞ്ചങ്ട എന്നുള്ളത് വിളിക്കുന്നത്. കർണാടകയിലെ ബ്രഹ്മഗിരി വൈൽഡ് ലൈഫ് സാങ്ച്വറി കോട്ടക്, അവിടെ നിന്നാണ് ഇതിനെ ഡിസ്കവർ ചെയ്തത്. നെക്സ്റ്റ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് വളരെ റീസെന്റ് ആയിട്ട് വന്നതാണ്. കേരള ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് റീസെന്റ് ഓപ്പറേഷൻ അമൃത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അമൃത് എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നതിന്റെ ചുരുക്കപ്പേരാണ്. ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് സർപ്രൈസ് റൈഡ് നടത്തും മെഡിക്കൽ ഷോപ്പുകൾ. അതായത് ആന്റിബയോട്ടിക്സിന്റെ ഓവർ ആയിട്ട് സെയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോ ഫാർമസീസ് എന്തായിരിക്കണം, ആന്റിബയോട്ടിക് സെയിലിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് സൂക്ഷിച്ചു വെക്കണം. അപ്പോ ആന്റിബയോട്ടിക്സ് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇനി മുതൽ സോൾവ് ചെയ്യാൻ പാടില്ല. ഈ ഒരു പോസ്റ്റർ അവരുടെ അതായത് മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ചീറ്റ റീഇൻട്രൊഡക്ഷൻ.
For more than 70 years ആയിട്ട് ഇന്ത്യയുടെ ഒരു നേറ്റീവ് സബ്സ്പീഷീസ് ആയിട്ടുള്ള ചീറ്റ, ഏഷ്യാറ്റിക് ചീറ്റ എക്സ്റ്റിങ്ക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സ്മോൾ നമ്പർ ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ആഫ്രിക്കൻ ചീറ്റ ആണ് നമീബിയയിലും സൗത്ത് ആഫ്രിക്കയിലെ നാഷണൽ പാർക്കിലുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ അത് ഇന്ത്യയിലേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഇത് നമ്മളിൽ നിന്ന് എക്സ്റ്റെൻഡ് ആയി പോയപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. അപ്പൊ ഈ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ഒരു ഷോർട്ട് ടൈം ബേസിലേക്ക് ഒരു ലോങ് ടൈം അഡാപ്റ്റേഷൻ വെച്ചിട്ടാണ് ഇവർ പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏഷ്യാറ്റിക് സബ്സ്പീഷ്യസ് ഇറാനിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് നമ്പർ ആണ്. ഇത് ന്യൂസിൽ വരാൻ കാരണം ചീറ്റ റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടെങ്കിലും ഇപ്പോ ഇന്ത്യയിൽ അതിനധികം സർവൈവൽ കാണിക്കുന്നില്ല. അതിന്റെ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ICMR സ്റ്റാർട്ട് റിവൈസിംഗ് കറന്റ് നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് ഫോർ ഫസ്റ്റ് ടൈം. അപ്പൊ ആദ്യമായിട്ട് നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക്കിന്റെ ലിസ്റ്റ് ICMR റിവൈസ് ചെയ്യുകയാണ്. ഇപ്പൊ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കറന്റ് നാഷണൽ എസെൻഷ്യൽ ഡയഗ്നോസ്റ്റിക് ലിസ്റ്റ് അവർ റിവൈസ് ചെയ്തു. 2019 ഈ ലിസ്റ്റ് ആദ്യമായിട്ട് ഇറക്കിയത്. ഇപ്പോ ഈ NEDL എന്ന് പറയുന്നത് ഇറ്റ്സ് എസെൻഷ്യൽ മോസ്റ്റ് ബേസിക് ടെസ്റ്റ് അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ വളരെ ബേസിക് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഈ ലിസ്റ്റിനകത്ത് വരുന്നത്. ഇൻക്ലൂഡിംഗ് വില്ലേജ് ലെവൽ വരും, സബ് ഹെൽത്ത് സെന്റർ, ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഈ കൺട്രിയിലുള്ള ഈ പറയുന്ന ഹെൽത്ത് സർവീസിൽപ്പെട്ട ആൾക്കാരെല്ലാം ഈ ലിസ്റ്റിനകത്തുള്ള വരുന്നുണ്ട്. നെക്സ്റ്റ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്, LED. നമുക്ക് വളരെ പരിചിതമാണ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫീച്ചർ ഒരു കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. LED എന്ന് പറയുന്നത് ഒരു ഡയോഡാണ്. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഒരു ഡയോഡാണ് LED എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയോഡിന്റെ PN ജംഗ്ഷന്റെ ഉള്ളില് ഇലക്ട്രോൺസ് ഉണ്ട്, വളരെ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ആണ് ഹോൾസിനേക്കാൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇലക്ട്രോൺ മീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഹോളിൽ ഒക്യുപ്പൈ ചെയ്യും. അപ്പൊ അത് എനർജി സറൗണ്ടിങ്ങിലേക്ക് റിലീസ് ചെയ്യപ്പെടും. അപ്പൊ ഈ എനർജിയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ വിസിബിൾ പാർട്ടിലാണ്. ഈ ഡയോഡ് ലൈറ്റ് എമിറ്റ് ചെയ്യും. ഈ ഓവറോൾ ഫിനോമിനയാണ് നമ്മൾ ഇലക്ട്രോലുമിനസെൻസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വേൾഡ് എക്കണോമിക് ഫോറം. വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. പബ്ലിക് പ്രൈവറ്റ് സെക്ടർ കൊളാബറേഷൻ, അതായത് എന്തിന്റെ ബേസ് കൊളാബറേഷന് വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് എവിടെ ബേസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജനീവയിലാണ്, സ്വിറ്റ്സർലൻഡ്. ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 24th January 1971 ജർമ്മൻ എഞ്ചിനീയർ ആയിട്ടുള്ള ക്ലോസ് ഷ്വാബ് ആണ് ഇത് കൊണ്ടുവന്നത്. സോ ഈ ഫൗണ്ടേഷന്റെ മിഷൻ എന്ന് പറയുന്നത് ബിസിനസ്സിൽ എൻഗേജ് ചെയ്യാനും പൊളിറ്റിക്കൽ, അക്കാദമിക്, അതുപോലെ മറ്റ് സൊസൈറ്റിയിലെ ബാക്കി ലീഡേഴ്സിനെയൊക്കെ നമ്മുടെ വേൾഡിന്റെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതുപോലെ ഗ്ലോബൽ റീജിയണൽ ഇൻഡസ്ട്രിയൽ അജണ്ടാസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. സോ ഇന്ന് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.